കുത്തബ് മിനാർ. ഭാരതത്തിലെ ആദ്യ ഇസ്ലാമിക ഭരണകൂടമായ ഡൽഹി സുൽത്താനേറ്റ് ഭരണാധികാരികളുടെ നിർമ്മിതങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കുത്തബ് മിനാർ. ഡൽഹിയുടെ ദക്ഷിണ ഭാഗത്ത് ആകാശത്തെ തൊട്ടുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന പുരാസ്മാരകമായ കുത്തബ് മിനാർ ചരിത്രാന്വേഷകരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണത്തിന്റെ ആരംഭകാലത്തെ പ്രതിനിധീകരിക്കുന്ന ഈ ഗോപുരം ആ കാലഘട്ടത്തിലെ വാസ്തുശില്പ കലയുടെ ഉദാഹരണമാണ്. കുത്തബ് മിനാർ നിർമ്മാണം ആരംഭിച്ചത് ക്രിസ്തുവർഷം 1793 ദില്ലിയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരികളിൽ ഒരാളായ കുത്ബുദ്ദീൻ ഐബക്കാണ്. അദ്ദേഹം ഈ ഗോപുരത്തിന്റെ ആദ്യ നില പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായ ഇൽത്തുമിഷ് ബാക്കി നിലകൾ ചേർത്ത് ഗോപുരത്തെ പൂർണ്ണമാക്കി. ഗുപ്ത കാലഘട്ടത്തിന്റെ ശേഷിപ്പുകളായി ഇതിനു ചുറ്റും ധാരാളം കെട്ടിടങ്ങളും ക്ഷേത്രാവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു. ഇവയെല്ലാം സുൽത്താൻ ഭരണാധികാരികളാൽ കാലക്രമത്തിൽ പലയിടങ്ങളിൽ പൊളിഞ്ഞ ഭാഗങ്ങൾ അലാവുദ്ദീൻ ഖിൽജി, ഫിറോസ് ഷാ തുഗ്ലക് എന്നിവർ ഇസ്ലാമിക വാസ്തുശില്പ രീതിയിൽ പുനർനിർമ്മിക്കുകയുണ്ടായിരുന്നു. അവയുടെ അവശിഷ്ടങ്ങളും ഇവിടെ കാണാവുന്നതാണ്. 73 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരം ചുവന്ന മൺകല്ലും പച്ചകല്ലും ചേർത്താണ് നിർമ്മിച്ചത്. കുത്തനെയുള്ള പാളികളിലൂടെ ഉയരുന്ന ഘടന, അലങ്കാരമുള്ള ജാമിതീയ പാറ്റേണുകൾ, പുഷ്പാകൃതിയിലുള്ള കൊത്തുപണികൾ ഇവയൊക്കെ ചേർന്നാണ് ഈ സ്മാരകത്തിന് ചാരുതയേകുന്നത്. കുത്തബ് മിനാർ നിലകൊള്ളുന്ന സ്ഥലം ഇന്ന് കുത്തബ് കോംപ്ലക്സ് എന്നറിയപ്പെടുന്നു. ഇതിൽ ഗോപുരത്തോടൊപ്പം നിരവധി പുരാവസ്തു സ്മാരകങ്ങളുമുണ്ട്. അതിലൊന്നാണ് ഖ്വാത്ത് ഉൽ ഇസ്ലാം മസ്ജിദ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ മുസ്ലിം പള്ളികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് പഴയ ഹിന്ദുജൈന ക്ഷേത്രങ്ങളുടെ ശിലാവശിഷ്ടങ്ങളിൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളുടെ തൂണുകളിൽ ദേവതാരൂപങ്ങൾ, പുഷ്പപാലങ്കാരങ്ങൾ തുടങ്ങിയ ഭാരതീയ ശില്പകലാ ശൈലിയുടെ അവശേഷിപ്പുകളും കാണാം. അവിടെ തന്നെയാണ് ലോക പ്രശസ്തമായ ഇരുമ്പ് തൂണ് നിലകൊള്ളുന്നത്. ക്രിസ്തുവർഷം 400കളിൽ ഗുപ്ത രാജാവായ ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലഘട്ടമായിരുന്നു ഈ ഇരുമ്പ് തൂൺ നിർമ്മിച്ചത്, ഏകദേശം 1600 വർഷം മുമ്പ്. അതിന്റെ ഏറ്റവും പ്രധാന സവിശേഷത നൂറ്റാണ്ടുകളായി മഴയും വെയിലുമേറ്റിട്ടും തുരുമ്പിന് കീഴടക്കാൻ സാധിക്കാത്ത ഇരുമ്പ് നിർമ്മിതി എന്നതാണ്. ശാസ്ത്രജ്ഞരെ വിസ്മയിപ്പിക്കുന്ന ഈ പ്രതിഭാസം ഗുപ്തകാലത്തെ ലോഹ നിർമ്മാണ വൈദ്യത്തിന്റെ തെളിവായി കണക്കാക്കപ്പെടുന്നു. ശുദ്ധമായ ഇരുമ്പും ഫോസ്ഫറസും ചേർത്തുണ്ടാക്കിയ അലോയാണ് ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തൂണിനെ സംരക്ഷിച്ചത് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കുത്തബ് കോംപ്ലക്സിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ കവാടം, ഇൽത്തുമിഷിന്റെ ശവകുടീരം, എലൈ മിനാർ എന്ന അപൂർണ ഗോപുരം തുടങ്ങിയവയും കാണാം. ഇവയുള്ള എല്ലാ കെട്ടിടങ്ങളും ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ ഉദാഹരണങ്ങളാണ്. അതായത് ഇന്ത്യൻ കലയും ഇസ്ലാമിക വാസ്തുശില്പ ശൈലിയും ചേർന്ന ഒരു വാസ്തുശിലാ സ്മാരകം. പുരാവസ്തു ഗവേഷകർക്ക് കുത്തബ് കോംപ്ലക്സ് ഒരു തുടർന്ന പഠനശാലയാണ്. ശില്പകലയുടെയും ലോഹശാസ്ത്രത്തിന്റെയും ചരിത്ര പഠനത്തിനും ഈ സ്ഥലം അനന്തമായ വിവര സ്രോതസ്സാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 1993 ഉൾപ്പെട്ട കുത്തബ് മിനാറും ശാസ്ത്ര വിസ്മയമായ തുരുമ്പിക്കാത്ത ഇരുമ്പു തൂണും ഇന്ത്യയുടെ ഗതകാല സ്മൃതികളുടെ നിശബ്ദ സാക്ഷിയായി ഇന്നും നിലകൊള്ളുന്നു.